1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നല്ല എരിവ് വേണമെങ്കിൽ കുരുമുളകിൻ്റെ പൊടി കൂടുതൽ ചേർക്കണം. നമ്മൾ ലാസ്റ്റൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എരിവ് കുറവാണെങ്കിൽ ഇനി ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളകിൻ്റെ പൊടിയാണ് ഇച്ചിരി മുന്നിട്ട് നിൽക്കേണ്ടത്. ഇപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടി എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. തീ അല്പം കുറച്ച ശേഷം പൊടികളെല്ലാം കൂടെ ചേർക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. പൊടികളൊക്കെ ഒന്ന് ചൂടാകണം. പൊടികൾ നന്നായിട്ട് ചൂടായ